ബ്രിഡ്കോ&Bridcoയുടെ സാരഥികളെ, അതുപോലെ തന്നെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ബഹുമാനപ്പെട്ട MLA, ഈ സ്ഥാപനത്തിൽ മുമ്പ് പഠിച്ചതും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അവരുടെ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ബ്രിഡ്കോ&Bridcoയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാനൊക്കെ അതിൻ്റെ ഒരു തുടക്കം മൊബൈൽ ആദ്യമായി കയ്യിൽ കിട്ടുന്ന സമയത്ത് അതിൻ്റെ സർവീസ് സെൻറ്റർ അന്വേഷിച്ച് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു ചിത്രമാണ് ബ്രിഡ്കോ&Bridco. അതൊരു ഓതറൈസ്ഡ് റെപ്യൂട്ടഡ് ഫേമാണ് എന്നുള്ള വിശ്വാസത്തിലാണ് മഞ്ചേരിയിൽ ഞാൻ ആ കടയിൽ കയറിയത്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് സർവീസ് സെൻറ്റേഴ്സ്, സ്കിൽഡ് ബേസ്ഡ് ആയിട്ടുള്ള സർവീസ് സെൻറ്റേഴ്സ്, അത് അന്വേഷിച്ച് പോകാനുള്ളൊരു കാരണം നമുക്ക് ലഭിക്കുന്ന സർവീസിന് ഗ്യാരണ്ടി ലഭിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ടാണ് വളരെ ഓതറൈസ്ഡ് ആയിട്ടുള്ള, വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമ്മൾ ചെല്ലുന്നത്. ചെറുകിട സ്ഥാപനങ്ങൾ ഒക്കെ വേറെ ഉണ്ടാകും, ചില സർവീസുകളൊക്കെ അവിടെ ചെയ്താലും ഇതിന് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇതിൻ്റെ ഗ്യാരണ്ടി അഷ്വർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പോപ്പുലർ സർവീസ്, ഇൻഡസ് മോട്ടോഴ്സ്, ഓട്ടോമൊബൈൽ രംഗത്തുള്ള വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇത്തരം മേഖലകളിൽ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സെൻറ്റേഴ്സിലാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ കുട്ടികൾ അവരുടെ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് OJT ഒക്കെ പൂർത്തിയാക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിവിടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയെ സൂചിപ്പിക്കാൻ പ്രധാനപ്പെട്ടൊരു കാരണം, നമ്മുടെ ഹയർ സെക്കൻഡറി മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ കുട്ടികൾക്ക് 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന് ഹയർ സെക്കൻഡറി, മറ്റൊന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലുള്ള ഹയർ സെക്കൻഡറി പ്ലസ് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ജോബ് റോൾ അവർ അറ്റൈൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പം നേഷൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതും സ്കിൽഡ് ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള സിറ്റിസൻസിനെയാണ്, അല്ലെങ്കിൽ ലേബേഴ്സിനെയാണ് നാടിനാവശ്യം. ആ ഒരു കാഴ്ചപ്പാടിലേക്ക് എന്നോ നമ്മുടെ രാജ്യം നീങ്ങിക്കഴിഞ്ഞെങ്കിൽ കൂടി നമ്മളിപ്പോഴും പരമ്പരാഗതമായിട്ടുള്ള ശൈലിയിൽ മുന്നോട്ട് പോവുകയാണ്, ആ ഒരു സിസ്റ്റത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് ഹയർ സെക്കൻഡറി മേഖലയിൽ 90% വിദ്യാർത്ഥികളും പഠിക്കുന്നത് സ്കിൽ അല്ലെങ്കിൽ വൊക്കേഷണൽ സ്ട്രീം ഇല്ലാത്ത ഹയർ സെക്കൻഡറി മേഖലയിലാണ്. അവർക്കൊരു ഓപ്ഷൻസ് ഇല്ല. അതായത് ഹയർ സെക്കൻഡറിയോടൊപ്പം അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി കഴിഞ്ഞാൽ ഉടനെ ഒരു തൊഴിൽ രംഗത്തേക്ക് പോകാനുള്ള സാധ്യത ഹയർ സെക്കൻഡറി മേഖലയിലില്ല. 90-95% വിദ്യാർത്ഥികളും ഹയർ സ്റ്റഡീസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതും, അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം, നമ്മുടെ നാടിന് ആവശ്യമായിട്ടുള്ള വളരെ സ്കിൽഡായിട്ടുള്ള വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയില്ല. ഓൺട്രപ്രണർഷിപ്പ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ആദ്യം ഇതിൻ്റെ ഒരു സർവീസ് എന്നുള്ള നിലക്ക് ബ്രിഡ്കോ ഈ പ്രോഗ്രാം തുടങ്ങുകയും പിന്നെ അതൊരു സംരംഭമായിട്ട് മാറുകയും ചെറുകിട സംരംഭം എന്നുള്ള രൂപത്തിലും നമ്മുടെ നാടിനകത്ത്, സംസ്ഥാനത്തിനകത്ത്, അത് എല്ലാ ഫേംസും ഒക്കെ തന്നെയാണ്. തുടങ്ങുന്ന സമയത്ത് ഒരു വലിയ വിപുലമായ സംവിധാനങ്ങൾ ഉണ്ടാവില്ല. അതിനുശേഷമാണ് ഓൺട്രപ്രണർഷിപ്പ്, സംരംഭകത്വം എന്നതിൽ നിന്ന് മാറി അത് എന്ത് ചെയ്യണം, നമ്മുടെ നാട്ടിന് പുറത്ത് ഒരു ഗ്ലോബലായിട്ടുള്ള ഒരു ഓൺട്രപ്രണർഷിപ്പിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോവുകയാണ്. ഇപ്പം നമ്മൾ കാര്യങ്ങളെല്ലാം നമ്മുടെ ഇന്ത്യയിലേക്കെല്ലാം ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു മാർക്കറ്റിംഗ് ആയിട്ടുള്ള
ഒരു മേഖലയിലേക്ക് നമ്മുടെ നാടിനെ എത്തിക്കുമ്പോഴേ നമ്മുടെ നാട് കൃത്യമായ വികസനത്തിൻ്റെ പാതയിലാണെന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. ചൈന നേരത്തെ ആർജിച്ച ഒരു സംഗതി നമ്മൾ അത്തരത്തിലേക്ക് ഇപ്പോഴും എത്തിച്ചേർന്നിട്ടില്ല. മാർക്കറ്റിങ്ങിൽ എല്ലാ മേഖലയിലും മാർക്കറ്റിംഗ് എന്നുള്ള രൂപത്തിൽ അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ പ്രോഡക്ട്സ് നമ്മൾ തന്നെ ഉണ്ടാക്കി എക്സ്പോർട്ട് ചെയ്യുന്ന മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇപ്പോഴും നാട് നീങ്ങിയിട്ടില്ല. അത് നമ്മുടെ ഇപ്പോഴും വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഒരുപാട് മാറ്റങ്ങൾ അനിവാര്യമാണ്. ഒരു സംഗതി ശരിയാണ്, ഹയർ സ്റ്റഡീസിൽ കുട്ടികൾക്ക് ധാരാളം സാധ്യതകളുണ്ട്. ഹയർ സ്റ്റഡീസ് വളരെ ബ്രൈറ്റായിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ ആ മേഖലയിലേക്ക് പോകാം. തുടർന്ന് പഠനം എന്നുള്ള രൂപത്തിൽ ഹയർ സെക്കൻഡറി എടുക്കാം. അതേസമയം നമ്മുടെ നാടിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സ്ഫുള്ളായിട്ടുള്ള വിദ്യാർത്ഥി സമൂഹത്തെ, നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള സ്കിൽഡായിട്ടുള്ള വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല. അത് ഒന്നാമത് വൊക്കേഷണൽ സ്ട്രീം ഹയർ സെക്കൻഡറി മേഖലയിൽ വ്യാപകമാക്കിയിട്ടില്ല. ആ ഒരു തടസ്സം നീങ്ങുമ്പോൾ മാത്രമേ കുട്ടികൾക്ക് ബൈനറി ആയിട്ടുള്ള രണ്ട് തലങ്ങളിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ള ഒന്നുകിൽ ഹയർ സ്റ്റഡീസ് സ്വീകരിക്കാം, അതല്ല സ്കിൽഡായിട്ടുള്ള കോഴ്സുകളിലേക്ക് നീങ്ങിക്കൊണ്ട് ഷോർട്ട് ടേം പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ട് ബ്രിഡ്കോ സംവിധാനം ചെയ്തിരിക്കുന്ന ആ ഒരു മേഖലയിലേക്കും, അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ, എൻജിനീയറിംഗ്, പാരാമെഡിക്കലായിട്ടുള്ള ഷോർട്ട് ടേം പ്രോഗ്രാമിലേക്ക് നീങ്ങിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് ഉണ്ടാക്കുകയും പ്രോഡക്ട്സ് സംവിധാനം ചെയ്യുകയും അത് നാടിന് പുറത്തേക്കും ഒരു വികസനത്തിൻ്റെ കാഴ്ചപ്പാടുകൂടി നീങ്ങാൻ ഒരുപാട് സഹായകരമായിട്ടുള്ള അവസ്ഥ ഇന്ന് നിലവിലുണ്ട്. ആ സാധ്യതയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എൻ്റെ ഒരു അഭിപ്രായം, ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത് അതിൻ്റെ സ്കിൽഡായിട്ടുള്ള NSQF നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റോട് കൂടിയുള്ള ഒരു വൊക്കേഷണൽ സ്ട്രീമിലേക്ക് എല്ലാ ഹയർ സെക്കൻഡറിയെയും മാറ്റണം. കുട്ടികൾ അവരുടെ മെയിൻ സബ്ജക്ട്സ് ആയിട്ടുള്ള ഫിസിക്സോ കെമിസ്ട്രിയോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസോ സയൻസോ പഠിക്കുന്നതിന് പുറമെ ഒരു സ്കില്ലെന്നെയും കുട്ടി പഠിച്ചിരിക്കണം. അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥി സമൂഹമാണ് നമ്മുടെ മുന്നിലുള്ളത്. അങ്ങനെ എക്സ്പോഷർ അവർക്ക് നൽകുമ്പോഴേ വികസനം വളരെ ത്വരിതഗതിയിലാവുകയുള്ളൂ. അത്തരത്തിലുള്ള എക്സ്പേർട്സിനെ പ്രദാനം ചെയ്യാൻ ഈ പൊതുവിദ്യാഭ്യാസ ഒപ്പം ചേർന്ന് നിൽക്കാൻ, സഹകാരികളായി നിൽക്കാൻ ബ്രിഡ്കോയെ പോലുള്ള സ്ഥാപനങ്ങൾ നിലവിലുണ്ട്. അത്തരം ആ സാധ്യതകളെ കണ്ടെത്തിക്കൊണ്ട് ഇപ്പോൾ നമ്മുടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖലയിലുള്ള ഒരു കൂട്ടം അധ്യാപകർക്കും ലാബ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റുമാർക്കും പരിശീലനം കൊടുക്കുന്നത് നമ്മുടെ കാക്കഞ്ചേരിയിലുള്ള ബ്രിഡ്കോ കിൻഫ്ര സെൻട്രൽ വെച്ചാണ്. വളരെ അത്യാധുനിക സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു സംവിധാനമാണ് അവിടെ ഉള്ളത്. ആ പരിശീലനത്തിൽ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് നമ്മുടെ അധ്യാപകരും ലാബ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്മാരൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കോഴ്സ് അവരുടെ പരിശീലനം പൂർത്തിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സാധ്യതകളെ കണ്ടെത്താൻ നമുക്ക് പൊതുവിദ്യാഭ്യാസ രംഗത്ത് പുറത്തുള്ള ഒരുപാട് പ്രൈവറ്റ് ഫേംസ് സഹകാരികളായിട്ടുണ്ട്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ബ്രിഡ്കോ. സംസ്ഥാന ഗവൺമെൻറ്റായിട്ട് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖലയിലുള്ള ജോബ് റോളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ട്രെയിനിങ് കൊടുക്കാൻ സന്നദ്ധമാണ്. അവർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ രൂപത്തിൽ ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് എവിടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചുരുക്കം അധ്യാപകർക്കും കുട്ടികൾക്കും മാത്രമാണ് ഈ ഒരു സ്വപ്നതുല്യമായ ഈ ഒരു എക്സ്പോഷർ ലഭ്യമാകുന്നത്. അത് നമ്മുടെ ഹയർ സെക്കൻഡറി മേഖലയുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും ലഭ്യമാക്കിക്കൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. എല്ലാ കാഴ്ചപ്പാടിനും നമ്മൾ തള്ളിക്കളയേണ്ടതില്ല. നമുക്ക് വളരെ സ്കിൽഡായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സിന് ആവശ്യമാണ്. ആ ഹ്യൂമൻ റിസോഴ്സിന് ആവശ്യമായിട്ടുള്ള പ്രദാനം ചെയ്യാൻ ഗവൺമെൻറ്റുകളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ
ബ്രിഡ്കോ തയ്യാറാണ്. ബ്രിഡ്കോയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു. അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ കഴിയും. അതിന് എനിക്ക് തോന്നുന്നത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്കും MLA-മാർക്കും ഒക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ ഹയർ സെക്കൻഡറി മേഖലയെ കൊണ്ടുവരാൻ കഴിയും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖലയോടൊപ്പം ചേർന്നുകൊണ്ട് ഹയർ സെക്കൻഡറി മേഖലയ്ക്കും ഒരുപാട് സാധ്യതകളുണ്ട്. വളരെ സ്കിൽഡായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥി സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ നമുക്ക് ഒപ്പം ചേർന്ന് പ്രവർത്തിക്കാം, കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകാം എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും ഈ ഒരു സംരംഭത്തിന്, ഈ ഒരു ഫേമിന്, ഈ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഈ ഒരു സ്ഥാപനത്തിന് നേർന്നുകൊണ്ട് ഈ സിൽവർ ജൂബിലിക്ക് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.